മണ്ടനല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ തന്നെ പറഞ്ഞു മണ്ടനല്ല. അവർക്ക് തന്നെ 2 ദിവസം അവനവിടെ അങ്ങനെ ഒന്നും കളിക്കുകയും എടുക്കുകയും ചെയ്യാതെ അങ്ങനെ കുത്തിയിരുന്നു. അപ്പം അവനതെല്ലാം കണ്ടൊന്നും മനസ്സിലാക്കാനാണ് കുത്തിയിരുന്ന. അപ്പം കണക്കാക്കിയിരുന്നപ്പോൾ ഇവർ വിചാരിച്ചൊരു മണ്ടനാണെന്ന്. ലാസ്റ്റ് ഇവർ തന്നെ തോന്നി ഇവൻ മണ്ടനല്ല, ബുദ്ധിമാനാണ് ഇവർ തന്നെ പറഞ്ഞു. ഇപ്പം ലാസ്റ്റ് ബുദ്ധിമാനാണ് തെളിയുകയും ചെയ്തത്. കൈവിട്ട് പൊക്കിയപ്പോ അങ്ങനെ തോന്നി എന്തോ സഹിക്കാൻ പറ്റാത്തൊരു സന്തോഷം സംഭവം എല്ലാം ശരീരത്തിൽ എന്തൊക്കെയോ തോന്നിയെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നു. അതിന് മാത്രം സന്തോഷവും സങ്കടവും എല്ലാം എൻ്റെ മനസ്സിൽ വന്നു. ഈ ജിന്ദുചേട്ടൻ മണ്ടനാന്ന് പറഞ്ഞപ്പോ ജിന്ദുചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആരെന്നെ മണ്ടനാന്ന് പറഞ്ഞാലും എന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നുള്ള കാര്യം. എനിക്ക് മനസ്സിലാവൂലോ. ചെറുപ്പം മുതല് എൻ്റെ മോനല്ലേ, ഞാൻ വളർത്ത മോനല്ലേ, എനിക്കറിയാലോ അവരൊരു മണ്ടനല്ല, നല്ലൊരു ബുദ്ധിമാനാണ്. ഒരു ബുദ്ധിമാനായതുകൊണ്ടാണ് കുഞ്ഞു പ്രായം മുതൽ അധ്വാനിക്കാനും കഷ്ടപ്പെടാനും യാതൊരു അലംബമൊക്കെ പ്രശ്നങ്ങളിലോ ഒന്നിനും ഇല്ലാതെ പോകാതെ അവൻ നല്ല രീതിയിൽ വളർന്നു വന്നത്. അവൻ നല്ലൊരു ബുദ്ധിമാനായിട്ടാണ്. ഷോയ്ക്കടയില് അമ്മനെ കുറിച്ച് ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് പറയുന്നുണ്ടായിരുന്നു, അമ്മയോടുള്ള സ്നേഹത്തെ കുറിച്ച്. സ്നേഹം എന്നുള്ള കുഞ്ഞു പ്രായം മുതൽ കഷ്ടപ്പാടേണ്ട സമയത്തും എന്നോട് എല്ലാ കാര്യവും തുറന്ന് പറയും, ഞാനും പറയും. അങ്ങനെ ഭയങ്കര സ്നേഹ ഇതായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് സുഖമില്ലാണ്ടായതുകൊണ്ട് ഇപ്പോഴൊന്നും കൂടി ഭയങ്കര വിഷമമായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ അമൃതയിലെ ആശുപത്രിയിൽ പോയി കൊണ്ട് പോന്നപ്പോൾ ഇങ്ങനെ ലെൻസിനാണ് കംപ്ലൈൻറ്റ്, ചുരുങ്ങി അങ്ങേറ്റായി, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. അപ്പം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട, എവിടെ പോയാലും എൻ്റെ തൊണ്ടയിൽ വെക്കേണ്ടെങ്കിൽ അമ്മേനെ ചെയ്ത് രക്ഷിക്കും, അമ്മ വളരെ പേടിക്കുക ഒന്നും ചെയ്തിരുന്നു പറഞ്ഞു. ഈ നിമിഷത്തിൽ ഇപ്പൊ എന്താ തോന്നുന്നു, എന്താ ജനങ്ങളോട് പറയാൻ വോട്ട് ചെയ്തവരോട്? വോട്ട് ചെയ്തവരോട് തോന്നുന്നത് വളരെയേറെ സന്തോഷം. അവരാണ് മോനെ വിജയിപ്പിച്ചത്. ഒത്തിരി ഇത്രയും പേശുന്നവർ ഉണ്ടായില്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷം, ഒത്തിരി സന്തോഷം. ഞാൻ ഉദ്ദേശിച്ചതിലും അധികം പ്രേക്ഷകരുണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി. ഒരു സമയത്ത് ജിൻഡോ ചേട്ടനെതിരെ ഭയങ്കര കളിയാൻ വരണം. അപ്പൊ മോനെ സ്വീകരണം എന്തൊക്കെ ചെയ്യുന്നത്? സ്വീകരണം അവൻ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെതായ എല്ലാവരും ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ ആൾക്കാരും വരും. ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും വരും. എല്ലാവരും ഉണ്ടാവും ഇവിടെ. എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് സന്തോഷിക്കാന്ന് എഴുതിയിരിക്കുന്നത്. നാട്ടുകാരുടെ സഹകരണം കാണുമ്പോൾ നാട്ടുകാരുടെ കണ്ണൂരിൽ ഉണ്ണിയാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും നാട്ടുകാർ ഭയങ്കര സ്നേഹം.